റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന അതിനിടയ്ക്ക് ഇത് ഇറങ്ങി കൂറി കൊണ്ടൊക്കെ വീഡിയോ കാണണമെന്നോ അതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സിൽവർ പ്ലേ ബട്ടൺ എത്രയും പെട്ടെന്ന് കിട്ടിയിട്ട് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഒരു സ്വന്തം വീട് എന്ന ഒരു കാര്യങ്ങൾ നോക്കാം. ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെയാണ്. ഇപ്പോഴും ഹോംലി മെയിൽസ് പോലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ടുഡേയ്സ് മൈ മേക്ക് ഓവർ? എങ്ങനെയുണ്ട്? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഒബ്സർവ് ചെയ്യുക. അതിനകത്ത് QR ഉണ്ട്. QR സ്കാൻ ചെയ്യുക. മോണിറ്ററിങ്ങിൽ QR പേയ്മെൻറ്റ് ചെയ്യാനുള്ള QR ഉണ്ട്. അത് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ മൈ വിഷ് എഡ് അഗെയിൻ ഒരു തിങ്സാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനല്ലേ ഫ്ലൈറ്റ് ചെയ്യാന്നുള്ളത്. മുമ്പ് ഞാൻ ഡൽഹിയിൽ വരെ ഫ്ലൈറ്റ് ചെയ്തൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഇനി ഡൽഹിയിൽ നിന്ന് പിന്നെ ഡൽഹി അല്ലെങ്കിൽ ബോംബെ അങ്ങനെ ഫ്ലൈ ഓവർ ചെയ്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ എമിറേറ്റ്സിലൊക്കെ പോകും. അപ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. അപ്പം ബോംബെയിലൊക്കെ ചെന്നിറങ്ങി അവിടുന്ന് വീണ്ടും ഫ്ലൈറ്റ് ചെയ്യുക. ഫ്ലൈറ്റിൽ തന്നെ റിട്ടേൺ വന്ന് റെസ്റ്റ് ചെയ്യുന്ന പ്ലേസിൽ റെസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് പേടികൾ, പല പല ജീവിതാനുഭവങ്ങൾ, മിസ്സിങ് തിങ്സ്, ഫോൺ, ഗുഡ് ഫോൺ, ലാപ്ടോപ്സ് എല്ലാം. ലാപ്ടോപ്പ് ഞാനങ്ങനെ മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന 5 തിങ്സിലാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. എൻ്റെ സ്വന്തം കസ്റ്റഡിയിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഫ്ലൈ ഓവറിന് വിട്ടിരിക്കുകയാണ് ലാപ്ടോപ്പ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ. ആക്ച്വലി എന്തിനാണ് ഇങ്ങനൊരു ലോകം? ഇങ്ങനൊരു ലോകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കലകളിലെ കൊല, അതാണ് ലോകം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഐ ആം ഹാപ്പി മൈ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എല്ലാ സോങ്സും ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്യത്തില്ല. എല്ലാ സോങ്സിനൊപ്പം ഞാൻ അങ്ങനെ ആടത്തില്ല. അതാണ് എൻ്റെ ഒരു വിഷമം. ഒരു സോങ്സ് എനിക്ക് അങ്ങോട്ട് എൻ്റർടൈൻമെൻറ്റ് ആവുന്നില്ല. ചിലതൊക്കെ കേട്ട് കളയും. എന്തെങ്കിലുമൊക്കെ ഗുഡ് തിങ്സ് സംഭവിക്കട്ടെ. നല്ല ആർട്സ്, മ്യൂസിക്സ് ഇതൊക്കെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് ചിൽ ചെയ്യാൻ പറ്റട്ടെ. എന്നിട്ട് കിടന്നുറങ്ങാൻ പറ്റട്ടെ. ഗുഡ് ബെഡിൽ കിടന്നുറങ്ങാനൊക്കെ പറ്റട്ടെ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി എൻ്റെ മോണിറ്ററിങ് എന്ന ടൈറ്റിലിൽ QR കിടക്കുന്നുണ്ട്. അത് സ്കാൻ ചെയ്യുക. പിന്നെ യൂട്യൂബിൽ ഞാൻ കൊടുക്കാം. പിന്നെ യൂട്യൂബ് റവന്യൂ തന്നെ ഒരു വരുമാനം വരും എപ്പോഴെങ്കിലും. ഇപ്പോൾ ആയിട്ടില്ല, ഞാൻ പറയാം. ഓക്കെ ബൈ.